ഇന്ന് ഇച്ചൂട്ടനെ അങ്കൻവാടി കൊണ്ടുവിട്ടിട്ട് നേരെ വന്ന് ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇത് അകത്ത് വെച്ചാട്ടോ കഴുകണേ. എന്ന് വെച്ചാൽ പുറത്ത് പോകാനുള്ള മടിയും കൊണ്ട്. അപ്പോൾ വലിയ വലിയ പീസായിട്ട് കിട്ടിയതൊക്കെ നുറുക്കിയിടുവാണേ. എൻ്റെ മുഖം ഭയങ്കര ശോകമാണ്. ഇച്ചൂട്ടനെ ഈ അങ്കൻവാടി പോയിട്ട് വഴക്കായിരുന്നു, അതുകൊണ്ടാട്ടോ അങ്ങനെയൊക്കെ ഇരിക്കണേ. പിന്നെ ഞാനെല്ലാം തിരുമ്മിയൊക്കെ എടുത്ത് വെച്ചിട്ട് മസാലയൊക്കെ മൂപ്പിച്ച് ചേർത്ത് ചിക്കൻ തിരുമ്മി വെച്ചിട്ട് സവാള അരിയാൻ തുടങ്ങി കേട്ടോ. സവാള അരിയാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ ഓർക്കണേ, ഒരു മിക്സി മേടിച്ച് വെച്ചിട്ടുണ്ടല്ലോ, അതിലൊന്നും പരീക്ഷിച്ചില്ലല്ലോ എന്ന്. പിന്നെ നേരെ മിക്സി എടുത്ത് അതിൻ്റെ ബ്ലേഡ് മാറി, എൻ്റെ കിടന്ന ബ്ലേഡ് വേറെ ഏതുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണെന്നൊന്നും അറിയില്ലായിരുന്നു. പിന്നെ ഒരു ബലം പിടിച്ച പൂരി പോന്നു, അത് ഊരി എടുത്തിട്ട് മറ്റേ അതിൻ്റെ ബ്ലേഡ് ഏതാണെന്നൊക്കെ തപ്പി പിടിച്ചെടുത്ത് അതെടുത്തിട്ട് ചുമ്മാ അങ്ങ് ഞെക്കിയാൽ മതി കേട്ടോ, താന്ന് നോക്കോളും. അതിനകത്ത് മേലത്തെ ആ സ്റ്റിക്കറൊക്കെ പൊളിച്ച് കളഞ്ഞ് കഴുകിക്കൊണ്ട് വന്നിട്ട് ഇട്ടു കേട്ടോ. ജസ്റ്റ് അങ്ങ് ഞെക്കി കൊടുത്താൽ ഇച്ചിരി ബലം കൊടുക്കണം, ഞെക്കി കൊടുക്കുമ്പോഴേക്കും അങ്ങനെ ഇരിക്കും. പിന്നെ നമ്മൾ അതിൻ്റെ മിക്സിയുടെ മുകളിലേക്ക് ആ ജാറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. അതിൻ്റെ മുകളിലേക്ക് ഈ അടപ്പ് എടുത്ത് വെച്ചിട്ട് ഒരു ലോക്കുണ്ട്, നമ്മളിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ആക്കുമ്പോഴേക്കും ലോക്ക് ആയിക്കോളും. പിന്നെ അതിൻ്റെ മേലത്തെ ഹോളിൽ കിടന്ന് ഇങ്ങനെ സവാള ഇട്ട് കൊടുത്തിട്ട് മിക്സി ഓണാക്കുക. ഈ സാധനം വെച്ച് പ്രസ് ചെയ്ത് മിക്സി ഓണാക്കുക. ഇതാണ് സംഭവം. ഇത് ഞാൻ യൂട്യൂബിൽ നോക്കി കണ്ടുപിടിച്ചിട്ടാട്ടോ ചെയ്തത്, കാരണം എന്തെങ്കിലും പൊട്ടത്തരം കാണിച്ച് നശിപ്പിക്കാൻ പറ്റില്ലാത്തതുകൊണ്ട്. എന്നിട്ട് ആദ്യം ഒരെണ്ണം ഇട്ടു, അത് സക്സസ് ആയപ്പോൾ പിന്നെ രണ്ടെണ്ണം ഇട്ടു, അത് സക്സസ് ആയപ്പോൾ പിന്നെ രണ്ടെണ്ണം ഇട്ടു. രണ്ടാമത് ഇട്ട് കഴിഞ്ഞപ്പം അത് ആ താഴത്തത് ഇടയ്ക്ക് ഇങ്ങനെ സ്റ്റക്കായി. പിന്നെ അത് ഊരി എടുത്തിട്ട് പിന്നെ ഞാൻ ഓരോന്ന് ഇട്ടു കേട്ടോ. പെട്ടെന്ന് പരിപാടി കഴിയും കേട്ടോ. പിന്നെ നമ്മൾ കൈക്കരിയില്ലേ, കൈക്കരിയേക്കാളും കുറച്ചും കൂടെ വലുതായിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ കൈക്ക് ഭയങ്കര കുഞ്ഞായിട്ട് വരില്ലേ, പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. ഇത് ഇത്തിരി വലുതായിട്ട് വരും. പിന്നെ കുഴപ്പമൊന്നുമില്ല, വഴറ്റാനുള്ളത് കൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ, ഇത് കണ്ടോ, ഇതുപോലെ ഇത്തിരി വീതിക്ക് വരും. കൈക്കരിയണ കണ്ടോ, ഇതുപോലെ നൈസായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഇതുണ്ട്. പിന്നെ ഇതിങ്ങനെ പീസായിട്ടൊക്കെ എല്ലായിടത്തുനിന്നും ഊരിയെടുക്കാം കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ അത് വഴറ്റി ചേർത്ത് ചിക്കൻ കറി വെച്ചു. ഇച്ചൂടനെ നേരത്തെ കൊണ്ടുവന്നു, 1:30 ആയപ്പോഴേക്കും കൊണ്ടുവന്നിട്ട്. അപ്പോൾ എന്നോട് പറഞ്ഞായിരുന്നു ചിക്കനും ബ്രെഡും വേണമെന്ന്, അതുകൊണ്ടാട്ടോ നേരത്തെ വിളിച്ചുകൊണ്ട് വന്നേ. എന്നിട്ട് ചിക്കനും ബ്രെഡൊക്കെ കൊടുത്തു. പിന്നെ പെരയൊക്കെ അടിച്ചു വാരി. ബോർമയിൽ കുറച്ച് നേരം അവരുടെ കൂടെ പോയി കൂടിയായിരുന്നു, അതിൻ്റെ പെരയൊക്കെ അടിച്ചു വാരി. എന്നിട്ട് വിളക്കൊക്കെ കത്തിച്ചു കേട്ടോ. അപ്പോൾ ചെറിയൊരു തലവേദനക്കോളൊക്കെ ആയതുകൊണ്ട് അങ്ങനെ ഇന്നത്തെ പരിപാടി ഇവിടെ അവസാനിച്ചു കേട്ടോ.